ഹായ്. ഇപ്പൊ അടുത്ത് ബൈജൂസ് ഒരു ന്യൂസ് പുറത്തുവിടുകയുണ്ടായി. ഏകദേശം 2500 എംപ്ലോയീസിനെ യാതൊരുവിധ മുൻകരുതലും ഇല്ലാതെ അവർ പിരിച്ചുവിടാൻ പോവുകയാണ്. ഇതിന്റെ ഇമ്പാക്ട് എന്നോണം നമ്മുടെ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിൽ ബൈജൂസിന്റെ എംപ്ലോയീസ് ആയി പ്രവർത്തിക്കുന്ന ഏകദേശം 170 എംപ്ലോയീസിനെ അവർ യാതൊരുവിധ മുൻകരുതലില്ലാതെ മുന്നറിയിപ്പും ഇല്ലാതെ അവർ പിരിച്ചുവിടുകയാണ്. ഇവരെല്ലാവരും കൂടെ ബൈജൂസിനെതിരായിട്ട് പല കംപ്ലൈന്റ്സും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബൈജൂസിനെതിരായിട്ട് നമ്മുടെ ഇന്ത്യയിൽ മൊത്തത്തിലായിട്ട് ഒരുപാട് കേസസ് വരുന്നു. അവരെ പറ്റി നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്ട് മാർക്കറ്റിൽ പലതും നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ബൈജൂസിന് ഇത്രയും വലിയൊരു ലോസ് ഉണ്ടായത്, എന്തൊക്കെയാണ് ഇതിന്റെ ഒരു സത്യാവസ്ഥ എന്നതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അവർ ഈ ലാസ്റ്റ് നമ്മുടെ പ്രീവിയസ് ഇയറിൽ ഏകദേശം 4600 കോടി രൂപയാണ് ഏകദേശം അവർ ലോസ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കറക്റ്റായി പറയുകയാണെന്നുണ്ടെങ്കിൽ 4588 കോടി രൂപയാണ് എന്ത് ചെയ്തത് ലോസ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ അവർ 2020-21 ഫൈനാൻഷ്യൽ റിപ്പോർട്ട്, അക്കൗണ്ട്സും ഓഡിറ്റും കാര്യങ്ങളുള്ള റിപ്പോർട്ടൊക്കെ എന്ത് ചെയ്യുന്നത് അവർ ഒരുപാട് ഡിലേ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. മാത്രമല്ല 2021-22 എന്നുള്ള റിപ്പോർട്ട് ഇതുവരെയും അവര് എന്ത് ചെയ്തിട്ടില്ല, ഡിലേ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഡിലൈറ്റോ എന്നുള്ള ഒരു കമ്പനിയാണ് എന്ത് ചെയ്യുന്നത് അവർ ഓഡിറ്റും അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അവർ ഇതുവരെയായിട്ട് എന്ത് ചെയ്തിട്ടില്ല, അവരുടെ അക്കൗണ്ടിങ് അതുപോലെ ഓഡിറ്റ് റിപ്പോർട്ട് തുടങ്ങിയുള്ള ഒരു റിപ്പോർട്ട് ഇതുവരെയായിട്ടും അവർ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ അവർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 60% ആണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇടിവുണ്ടായിട്ടുള്ളത്. നമ്മുടെ ഈ ബൈജൂസിന്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ സിഇഒ എന്ന് പറയുന്നത് ബൈജു രവീന്ദ്രൻ എന്ന് പറയുന്ന ആളാണ്. അതൊരു മലയാളിയാണ്. നമുക്ക് ഏവർക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു വളർച്ചയാണ് ശരിക്കും ഏത് ചെയ്തിട്ടുള്ളത് ബൈജൂസ് എന്നുള്ള ഒരു ആപ്പ് ഉണ്ടായിട്ടുള്ളത്. അത് നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് തന്നെ ഏറ്റവും വലിയ എഡ്യൂക്കേഷൻ ടെക്നോളജി ബേസ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. ഈ ബൈജു രവീന്ദ്രൻ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണൂർകാരനാണ്, ഒരു മലയാളിയാണ്. അദ്ദേഹമാണ് ഇതിന്റെ സിഇഒ എന്ന് പറയുന്നത്. അദ്ദേഹം വളരെ സാധാരണ കുടുംബത്തിൽ ഒരു ഗ്രാമത്തിൽ ജനിച്ച് വളർന്ന് അങ്ങനെ ടീച്ചിങ് മേഖലയിലേക്ക് കടന്ന് അങ്ങനെ അതിനൊരു ബിസിനസ്സായി വളർത്തുന്നതിലൂടെയാണ് ഈ ബൈജൂസ് എന്ന് പറയുന്ന ഇത്രയും ഏകദേശം ഇന്ന് $22 ബില്യൺ വാല്യൂ ഉള്ള ഒരു കമ്പനി ഉണ്ടാക്കുന്നത്. കുറച്ച് മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിലെ വീഡിയോസ് കാണുകയാണെന്നുണ്ടെങ്കിലും അതിന് മിക്കവാറും ആഡ് ആയിട്ട് വരുന്നത് ബൈജൂസിന്റെ ഇതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ മോഹൻലാൽ, ഷാറുഖ് ഖാൻ തുടങ്ങിയുള്ള വലിയ വലിയ സെലിബ്രിറ്റീസ് ഒക്കെയാണ് ഇതിന് ആഡ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അവർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് എന്തുണ്ട് അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ 2022 ഫിഫ വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നു, അതില് ആ ഒരു അഡ്വർടൈസ്മെന്റ് ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഫേസ്ബുക്കിൽ പോലെയുള്ള ജയന്റ് വലിയ വലിയ കമ്പനീസ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത് ബൈജൂസ് ആപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഈ ഇടയായിട്ട് അവർ ഭയങ്കര ഒരുപാട് കസ്റ്റമർ സർവീസ് പോലല്ല, ഒരുപാട് പ്രശ്നങ്ങളാണ് അവർ എന്ത് ചെയ്യുന്നത് ബൈജൂസ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ഇമ്പാക്ട് എന്നോണാണ് ഈ 2500 എംപ്ലോയീസിനെ അവര് പിരിച്ചുവിടാനായിട്ട് തയ്യാറായിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഈ ബൈജൂസ് ഇത്രയൊരു ലോസിലേക്ക് പോകാനുള്ള കാരണം എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് വൈറ്റ് ഹാറ്റ് ജൂനിയർ എന്ന് പറയുന്ന ഒരു കമ്പനി ഈ ഇടയായിട്ട് ബൈജൂസ് അക്വയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് ഒരു US ബേസ്ഡ് കമ്പനിയാണ്. അതിനെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ബൈജൂസ് അക്വയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ആ കമ്പനി മൊത്തത്തിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കമ്പനി എന്ന് പറയുന്നത് കോഡിങ്, നമ്മുടെ ആപ്പ് എങ്ങനെ ഉണ്ടാക്കാൻ പോലുള്ള കോഡിങ് പഠിപ്പിക്കുന്ന ഒരു കമ്പനിയാണ്. അത് വളരെ ചെറിയ കുട്ടികൾക്ക് തന്നെ പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള കമ്പനിയാണെന്ന് പറയുന്നത് വൈറ്റ് ഹാറ്റ് ജൂനിയർ എന്ന് പറയുന്നത്. ഈ ഒരു കമ്പനി ഭയങ്കര ലോസ് ഉണ്ടാക്കാൻ തുടങ്ങി. അതായത് പ്രോഫിറ്റ് ജനറേറ്റിന് പകരം ഒരുപാട് നഷ്ടങ്ങളിലേക്ക് കൂപ്പുകുത്തി. അതാണ് ഒരു കാരണം എന്ന് പറയുന്നത്. അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അവരുടെ സർവീസിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ്. അതായത് നമ്മുടെ മാതാപിതാക്കൾ വളരെ എക്സ്പെക്ടേഷനോട് കൂടെ എന്ത് ചെയ്യുന്നു, കോഡിങ് പഠിക്കുന്നവരുടെ നമ്മുടെ ആപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷയോടെ അവരത് പഠിപ്പിക്കുന്നു. പക്ഷെ അത് പഠിച്ച് തന്നെ അവർ പറയുന്ന ഒരു എന്താ പറയാ, അവർ പഠിപ്പിക്കുന്നതിന്റെ ആ ഒരു ഇമ്പാക്ട്, ആ ഒരു പെർഫോമൻസ് പറയുന്നത് വളരെ ലോ ആയിരുന്നു. ഇത്ര പഠിച്ചിട്ടുള്ള ഇതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല കുട്ടികൾക്കൊന്നും എന്ത് ചെയ്യുന്നില്ല, അവർക്ക് ആപ്പ് ഉണ്ടാക്കാൻ അതൊരു പ്രാക്ടിക്കൽ സെൻസിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അങ്ങനെ ഇതിനെ പറ്റിയുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്ട് എന്ത് ചെയ്യുന്നു
വൈറ്റ് ഹാറ്റ് ജൂനിയർ എന്നുള്ള ഒരു കമ്പനിക്ക് നേരിടേണ്ടി വരുന്നു. അങ്ങനെ ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്യുന്നു, ഇതിന്ന് ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, അവർ പിന്നീട് തുടരെ അതിൽ പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടുന്നില്ല. അങ്ങനെ വൈറ്റ് ഹാറ്റ് ജൂനിയർ എന്നുള്ള അവരുടെ ഭയങ്കര ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്യുന്നത്, അവരെ ബൈജൂസ് അതിലേക്ക് ചെയ്തു, പക്ഷെ അത് ഭയങ്കരമായിട്ട് ലോസ് ഉണ്ടാക്കി. അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സെയിൽസ് എക്സിക്യൂട്ടീവുകൾ. അതായത് ഇത് നമ്മുടെ ബൈജൂസിന് ഒരുപാട് കസ്റ്റമറെ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് സെയിൽസ് എക്സിക്യൂട്ടീവിനെ നിയമിച്ചിട്ടുണ്ടാവും. അവർക്ക് ഓരോരുത്തർക്കും ഓരോ ടാർഗറ്റും കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ ഈ ടാർഗറ്റ് അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവർ ഫേക്ക് ആയിട്ടുള്ള എന്ത് ചെയ്തു, ഒരുപാട് ഇതുണ്ടാക്കി. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ഒരു കോഴ്സ് ബൈജൂസിൽ എടുക്കണം എന്ന് വിചാരിച്ചു. അത് 10,000 രൂപയുടെ ഒരു കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 1000 രൂപയുടെ ഡൗൺ പേയ്മെന്റ്, അതായത് അതിൽ ചേരാൻ വേണ്ടിയിട്ട് വെറും 1000 രൂപ നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ അത് 10,000 രൂപയുടെ കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ 10,000 രൂപ ഇൻകം ആയിട്ടാണ് എവിടെ കാണിക്കുന്നത്, നമ്മൾ ബൈജൂസ് കാണിക്കുന്നത്. അപ്പൊ ഇവരുടെ ഇൻകം വളരെ കൂടുതലായിട്ടുണ്ട്, പക്ഷെ ഇതിനൊന്നും എന്ത് ചെയ്തിട്ടില്ല, റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. ഈ 10,000 രൂപ ബാക്കി 9,000 രൂപ EMI ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്. അപ്പൊ തന്നെ ഇവരുടെ സർവീസ് വളരെ മോശമായി. അതുകൊണ്ട് തന്നെ ഈ 10,000 രൂപ ഇവര് ഡൗൺ പേയ്മെന്റ് കൊടുത്തു, പക്ഷെ ഈ 9,000 രൂപ എന്ത് ചെയ്തു, അവർക്ക് പിന്നെ EMI ആളുകൾ കൊടുക്കാതെ. അപ്പൊ അങ്ങനത്തെ ഒരുപാട് പ്രോബ്ലംസ് വന്നു. അതിനെ തുടർന്നാണ് എന്ത് ചെയ്തത്, വൈറ്റ് ഹാറ്റ് ജൂനിയർ എന്നുള്ള കമ്പനി എന്ന് പറയുന്നത് ഭയങ്കര ലോസ് ആയി. അത് അവരെ നന്നായിട്ട് ബാധിച്ചു. അതുപോലെ സെയിൽസ് എക്സിക്യൂട്ടീവ് അവർ ഈ ഡൗൺ പേയ്മെന്റ് മാത്രം കൂടിയിട്ട് ഒരുപാട് സെയിൽസ് കൂട്ടി. അതായത് കമ്പനി നോക്കുമ്പോൾ ഒരുപാട് സെയിൽ നടക്കുന്നുണ്ട്, പക്ഷെ അതിന് അത്രയും ഒരു ക്യാഷ് ഫ്ലോ എന്ത് ചെയ്യുന്നില്ല, കമ്പനിക്ക് സംഭവിക്കുന്നില്ല. അതാണ് രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത്. മൂന്നാമത്തെ എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് എക്സ്പെൻസ്. അവര് ഒരു കസ്റ്റമർ അക്വയർ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് കൂടിപ്പോയി. അതായത് ഇവർ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നുണ്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും തുടങ്ങിയിട്ടുള്ള എല്ലാ സോഷ്യൽ മീഡിയയിലും. അതുപോലെ തന്നെ നമ്മുടെ ക്രിക്കറ്റിലായാലും ഫുട്ബോൾ ആയിക്കോട്ടെ, എല്ലാത്തിലും ഇവർ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നുണ്ട്. ഭയങ്കര ഹ്യൂജ് ആയിട്ട് അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ കൊടുക്കുന്ന ഒരു അഡ്വർടൈസ്മെന്റിന് അതിന് തനതായിട്ടുള്ള അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു കസ്റ്റമർ എന്ത് ചെയ്യുന്നില്ല, ഇവർ കിട്ടുന്നില്ല. അതായത് ഒരു കസ്റ്റമർ ഗെയിൻ എന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമറെ ഇവർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് മുടക്കുന്ന മുതൽ എന്ന് പറയുന്നത് ഭയങ്കര ഹ്യൂജ് പൈസ എന്ത് ചെയ്യാണ്, മുടക്കേണ്ടി വരികയാണ്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്. മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് അതാണ്. അടുത്തെന്ന് പറയുന്നത് റവന്യൂ റെക്കഗ്നൈസേഷൻ. ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യൻ സർക്കാർ എന്ത് ചെയ്തു, നമ്മുടെ CEO ആയിട്ടുള്ള ബൈജു രവീന്ദ്രൻ, അതായത് ബൈജൂസിന്റെ CEOക്ക് ഒരു റിപ്പോർട്ട് കൊടുത്തു. എന്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ഇതുവരെ ഇത്രയും ഡിലേ ആയി പോകുന്നത്, എന്തുകൊണ്ട് ഇതുവരെയും അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതെന്തൊരു പബ്ലിക് ഡോക്യുമെന്റ് ആയിട്ട് പ്രസിദ്ധീകരിക്കുന്ന കൊടുത്തുള്ള ഒരു നോട്ടീസ് കൊടുത്തു. അപ്പൊ ഇതിനൊരു ഉത്തരം എന്നോണം ബൈജൂസ് കൊടുത്തത് ഡിലൈറ്റ് എന്നുള്ള അവരുടെ ആ റിപ്പോർട്ടിങ്, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഡിലൈറ്റ് എന്നുള്ള ആ ഒരു കമ്പനി. ആ കമ്പനി ഇതുവരെയും അത് അവരെ ഡിലേ ആക്കിക്കൊണ്ടിരിക്കുകയാണ്, അത് ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് കൊടുത്തത്. അതുപോലെ തന്നെ റവന്യൂ റെക്കഗ്നൈസേഷൻ എന്നുള്ളത്, അതായത് ഇവർ 1000 രൂപ, മുമ്പ് പറഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെ 1000 രൂപ കിട്ടുമ്പോഴേ തന്നെ, അതായത് 10,000 രൂപയുടെ കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ 1000 രൂപ കിട്ടുമ്പോൾ തന്നെ ഈ 10,000 രൂപ എന്ത് ചെയ്യണേ, അവർ ഇൻകം ആയിട്ട് അവരുടെ വരുമാനം കിട്ടിയതായിട്ട് കാണിക്കുകയാണ്. അങ്ങനെ കിട്ടുമ്പോൾ ഒരുപാട് ഇൻകം ഉണ്ട്, പക്ഷെ അതിനനുസരിച്ചുള്ള ക്യാഷ് ഫ്ലോ അത്രയും ഒരു പൈസ എന്തിട്ടില്ല, കമ്പനിക്ക് കിട്ടിയിട്ടില്ല. അതാണ് പറയുന്നത് മറ്റൊരു റീസൺ എന്ന് പറയുന്നത്. അടുത്തതാണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. അതായത് ഇവർ കൊടുക്കുന്ന ക്ലാസ് ഒക്കെ പറയുന്നത് വളരെ നല്ല ക്ലാസ് ഒക്കെ ഉണ്ട്, പക്ഷെ വേറെ ഒരുപാട് ഏരിയയിൽ, അതുപോലെ കോഡിംഗ് പോലുള്ള വൈറ്റ് ഹാറ്റ് ജൂനിയർ പോലുള്ള കമ്പനികളിലൊക്കെ എന്ത് ചെയ്തു, സർവീസ് വളരെ മോശമായി. അതുപോലെ തന്നെ കുട്ടികളുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ ആളുകൾക്ക് എന്ത് ചെയ്യുന്നു, ഇവര് പൈസ ആദ്യം ഇവര് ഡൗൺ പേയ്മെന്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ അവർക്ക് വിഡ്രോ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മളൊരു കോഴ്സിന് ചേർന്നു, നമുക്ക് ഇഷ്ടാനുസരണം എന്ത് ചെയ്യാൻ പറ്റും, അതിന് പിന്മാറാൻ പറ്റും. പക്ഷെ ഈ പിന്മാറാൻ നോക്കുമ്പോൾ അവര് നമ്മുടെ ബാങ്കുമായിട്ട് എന്ത് ചെയ്യാണ്, ബൈജൂസിന്റെ സെർവറും നമ്മുടെ ബാങ്കുമായിട്ട് എന്ത് ചെയ്യാണ്, കണക്ട് ചെയ്യാണ്. അപ്പൊ എന്ത് ചെയ്യും, പൈസ കൊടുക്കേണ്ട സമയമായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യും, ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ക്യാഷ് പോകും. ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ഇവർക്കത് അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യും, കണക്ട് ചെയ്യുന്നു. പക്ഷെ ഇവർ നമ്മുടെ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യുന്നു, വിഡ്രോ ചെയ്യാൻ നോക്കുമ്പോൾ, ഇത് ഒഴിവാക്കാൻ തോന്നും, അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിൽ നിന്ന് പിന്മാറാൻ നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നില്ല, ബൈജൂസിനെ വിളിച്ചിട്ട് എടുക്കുന്നില്ല. കസ്റ്റമർ സർവീസ് കാര്യങ്ങളൊക്കെ വളരെ പോർ, അവർക്ക് വിളിച്ചിട്ട് എടുക്കുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നു.
ആളുകൾ എന്ത് ചെയ്യുന്നു, ഇവർക്കെതിരെ എന്ത് ചെയ്യുന്നു, പല കേസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. അങ്ങനെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് എന്ത് ചെയ്യുന്നു, മൊത്തത്തിൽ ഉണ്ടാകുന്നു. അടുത്തെന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ബിക്കം ലോസസ്. അതായത് 2011 എന്ത് ചെയ്യുന്നത്, ബൈജൂസ് ആപ്പ് ബാംഗ്ലൂർ ബേസ് ആയിട്ട് തുടങ്ങുന്നത്. ഇവർ തുടങ്ങുന്നതിന് ശേഷം ഇവര് ഒരുപാട് ആകാശ് പോലുള്ള കമ്പനി, അതുപോലെ തന്നെ വൈറ്റ് ഹാറ്റ് ജൂനിയർ, അതുപോലെ തന്നെ ഒരുപാട് കമ്പനികൾ എന്ത് ചെയ്യുന്നത്, അക്വയർ ചെയ്യാണ്. അതായത് ഈ കമ്പനികളിലൊക്കെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാണ്, വലിയ വലിയ എമൗണ്ട് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാണ്, ഇൻവെസ്റ്റ് ചെയ്യാണ്. അപ്പൊ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ എന്ത് ചെയ്തു, ഒരുപാട് ഈ ഇൻവെസ്റ്റ് ചെയ്ത കമ്പനികളൊക്കെ എന്ത് ചെയ്തു, ലോസ് ആവാൻ തുടങ്ങി. അപ്പൊ അതെന്ന് പറയുന്നത് ഇവരെ കാര്യമായിട്ട് ഇമ്പാക്ട് ചെയ്തു. ഈ ആകാശ് എന്നുള്ള എന്താ പറയുന്ന ഈ കമ്പനി അക്വയർ ചെയ്ത് ഇപ്പോഴും അതിന് 1 ബില്യൺ രൂപ കൊടുക്കാൻ ഇപ്പോഴും പെൻഡിങ് ആണ്. അതിന്റെ കേസസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് പറയുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് ഫേക്ക് സെയിൽസ്. അതായത് നമ്മുടെ ഈ സെയിൽസ് എക്സിക്യൂട്ടീവ്സിന് എന്ത് ചെയ്തു, ഒരുപാട് എന്താ, അവർക്ക് ഓരോ ടാർഗറ്റ് കൊടുക്കും അല്ലെ, ഒരു ദിവസം ഒരു കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ടാർഗറ്റ് കൊടുക്കും. അപ്പൊ ഇവര് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള ആളുകളെയും ആവശ്യമില്ലാത്ത ആളുകളൊക്കെ എന്ത് പറയാൻ, ജസ്റ്റ് വെറും ഡൗൺ പേയ്മെന്റ്, ഇപ്പൊ 1000 രൂപയാണ് ഡൗൺ പേയ്മെന്റ് എന്നുണ്ടെങ്കിൽ ആ 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവർക്ക് ചേരാൻ പറ്റും. അങ്ങനെ എന്താ പറയുക, ഒരുപാട് ഫേക്ക് സെയിൽസ് എന്ത് ചെയ്യുന്നു, അവരുണ്ടാക്കുന്നു. അതാണ് പറയുന്നത് വേറൊരു കാര്യം എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് അൺഅഫോർഡബിൾ പ്രൈസ് ആണ്. അതായത് ഒരു ബൈജൂസ് ആപ്പിൽ അതിന്റെ ഒരു നമ്മുടെ കോഴ്സ് എടുക്കുക എന്നുള്ളത്, ഏത് കോഴ്സ് ആയിക്കോട്ടെ, ഒരുപാട് കോഴ്സസും എഡ്യൂക്കേഷണൽ സെക്ടേഴ്സും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താ പറയാ, അതിനുള്ള ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഹ്യൂജ് ആണ്. ഏകദേശം 70,000 പെർ ഇയർ ഒക്കെയാണ് ഓരോ കോഴ്സിനും വരുന്നത് എന്ന് പറയുന്നത്. ഒരു നോർമൽ ഫാമിലിക്ക് എന്ന് പറയുന്നത് ഇത് എന്താ നമുക്ക് താങ്ങാവുന്നതിനും അപ്പുറമാണ്. അങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ബൈജൂസ് എന്നുള്ള ഒരു ആപ്പ് എന്ത് ചെയ്യുന്നത്, വളരെ ലോസിലേക്ക് വരുന്നത്. ഒരുപാട് പ്രശ്നങ്ങളാണ് ഇപ്പൊ അവര് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പല അനാലിസിസും പറയുന്നത് അവര് ചിലപ്പോൾ തകർച്ചയിലേക്ക് പോകാൻ വരെ, അതായത് ബാങ്ക്രപ്റ്റ് വരെ ചാൻസ് ഉണ്ട് വരെ പറയുന്ന ആളുകളുണ്ട്. പക്ഷെ 22 ബില്യൺ അത്രയും വലിയൊരു ജയന്റ് കമ്പനിയാണ്. എന്ത് സംഭവിക്കും നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് ചിലപ്പോൾ അവരുടെ വളർച്ചയിൽ നിന്ന് ഒരു ഡിക്ലൈൻ ആയിരിക്കും. അതുപോലെ തന്നെ അവർക്ക് ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, കൊറോണ സമയത്ത് അവർക്ക് എല്ലാ ഇതും സൂം പോലുള്ള പ്ലാറ്റ്ഫോം, ഈ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ വളരെ ബൂമായിട്ടുണ്ടായിരുന്ന ഒരു സംഭവം. പക്ഷെ ബൈജൂസിനെ അത്രത്തോളം എന്ത് ചെയ്തില്ല, പെർഫോമൻസ് ചെയ്യാനൊന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് പറ്റില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് ഒരുപാട് ലോസ് ഉണ്ടാവുന്നു. അതുപോലെ തന്നെ കസ്റ്റമർ സർവീസ് ഒരുപാട് പ്രശ്നങ്ങൾ. പക്ഷെ ഇതിനു മുമ്പ് ഇപ്പൊ ഈ 2500 ആളുകളെ പിരിച്ചു വിട്ടുന്നുണ്ടല്ലേ, ഇതിനു മുമ്പും അവര് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്കറിയില്ല. ഏതായാലും നമുക്ക് എന്ത് ചെയ്താൽ കാത്തിരുന്ന് കാണാം. മിക്കവാറും ഒരു 22 ബില്യൺ എന്നുള്ള അവർ ഫുൾ തകർച്ചയിലേക്ക് പോയിട്ടില്ല എന്നുണ്ടെങ്കിലും അവർക്ക് അവരുടെ ലൈഫ് ടൈമിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു ഡിക്ലൈൻ ആണ്, അവരുടെ പ്രോഫിറ്റ് ഉണ്ടായിരുന്ന ഒരു ഡിക്ലൈൻ ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ മറ്റൊരു വീഡിയോ ആയിട്ട് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. ബൈ.